അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഈ ദുനിയാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഒരുപാട് പ്രത്യേകതകൾ ദുനിയാവിലുണ്ടെങ്കിലും അതിലേറ്റവും പ്രകടമായി നിൽക്കുന്ന പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയെല്ലാം താൽക്കാലികമാണെന്നതാണ്. ഇവിടുത്തെ സന്തോഷങ്ങൾ താൽക്കാലികമാണ്, ഇവിടുത്തെ ദുഃഖങ്ങൾ താൽക്കാലികമാണ്, ഇവിടുത്തെ ബന്ധങ്ങൾ താൽക്കാലികമാണ്, എല്ലാം താൽക്കാലികമാണ്. അതിനാൽ തന്നെ വേർപാട് എന്ന് പറയുന്ന ഒരു വേദന മനുഷ്യൻ്റെ ഈ ദുനിയവിയായ ജീവിതത്തിൽ അവനുടനീളം അനുഭവിക്കേണ്ടി വരും എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് 4 കാര്യങ്ങൾ, ആ 4 ക്വാളിറ്റീസ് ഒരാളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവന് ഈ ദുനിയാവിൽ നഷ്ടപ്പെട്ടതൊന്നും ഒരു വിഷയമല്ല. ഫലാ അലൈക മാ ഫാതക മിന ദുനിയ, ദുനിയാവിൽ നിന്ന് നിനക്ക് നഷ്ടപ്പെട്ട ഒന്നും പിന്നെ നിൻ്റെ മേലൊരു പ്രശ്നമായിട്ട് വരില്ല. ഏതൊക്കെയാണ് 4 ക്വാളിറ്റീസ് നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കുക. ഒന്നാമതായി സിദ്ഖ് ഹദീസിൻ, സംസാരിക്കുമ്പോൾ സത്യസന്ധത പുലർത്തുക എന്നത്. അവനൊരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും എന്ന ആളുകൾ നമ്മളെക്കുറിച്ച് വിചാരിക്കുന്ന ഒരു മാനസികാവസ്ഥ. അവൻ കള്ളം പറയില്ല, അവനാണോ അത് പറഞ്ഞത് എങ്കിൽ അത് സത്യമായിരിക്കും എന്ന് എത്ര പേർ നമ്മളെക്കുറിച്ച് ചിന്തിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. സിദ്ഖ് ഹദീസ് ഉണ്ടായിരിക്കുക, വാക്കുകൾക്ക് സ്ഥിരതയും സത്യസന്ധതയും ഉണ്ടായിരിക്കുക എന്ന ഒരു ക്വാളിറ്റി നമ്മളിലുണ്ടെങ്കിൽ ദുനിയാവിൽ നമുക്ക് നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് വലിയ വേദനയായി വലിയ പ്രയാസമായിട്ടുണ്ടാവില്ല എന്ന്. രണ്ടാമതായി പറയുന്നത് ഹിഫ്ദുൽ അമാന, വിശ്വാസ്യതയെ കാത്തു സൂക്ഷിക്കുക. ഒരാൾക്ക് നമ്മെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിക്കാൻ കഴിയുക, അമാനത്ത് സൂക്ഷിപ്പുകാരനായിട്ട് നമുക്ക് മാറാൻ കഴിയുക. ഏതൊരാൾക്കും ഏതൊരു സമയത്തും നമ്മെ വിശ്വസിച്ച് ഒരു കാര്യത്തെ പറയാനോ ഒരു കാര്യത്തെ ഏൽപ്പിക്കാനോ നമ്മളെ കൊണ്ട് കഴിയുമോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. ആ ഒരു അമാനത്തിനെ കാത്തു സൂക്ഷിക്കുന്ന ആളായിരുന്നു നമ്മളെങ്കിൽ ഹബീബായ റസൂൽ പറയാണ്, ദുനിയാവിത്ത് നിനക്ക് നഷ്ടപ്പെട്ടതൊന്നും നിനക്കൊരു വിഷയമല്ല. റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നല്ലോ അമാനത്ത്. എത്രത്തോളം റസൂലിനെ അവിശ്വസിച്ച ആളുകൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് അവരുടെ എവിടേക്കെങ്കിലൊക്കെ യാത്ര പോകുമ്പോൾ സാധനങ്ങൾ എടുത്തു വെക്കാൻ റസൂലിൻ്റെ അടുത്ത് കൊടുക്കുമായിരുന്നു. കാരണം അത്രയും അമാനത്ത്, വിശ്വാസ്യത എന്നത് ഹബീബ റസൂലിൻ്റെ മുഖമുദ്രയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അൽ അമീൻ എന്ന പേരൊക്കെ നുബൂവത്തിന് മുൻപ് പോലും ഇത്രയും കിരാത രീതിയിൽ ജീവിച്ചിരുന്ന മുശ്രിക്കീങ്ങൾ, മക്ക മുശ്രിക്കീകളൊക്കെ റസൂലിന് പതിച്ചു നൽകിയത്. ഹിഫ്ദു അമാനത്ത് ഉണ്ടായിരിക്കുക. മൂന്നാമതായി ഹബീബായ റസൂൽ പറയാണ് വഹുസ്നുൽ ഖുലുഖ്, സൽ സ്വഭാവം, നല്ല രീതിയിൽ ആളുകളോട് ഇടപഴകുക എന്നത്. നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, നമ്മൾ എന്തൊക്കെ സമ്പാദിക്കുന്നു, നമ്മൾ ഏതൊക്കെ രീതിയിൽ ഈ ലോകത്ത് കഴിഞ്ഞു പോകുന്നു എന്നതിലൊന്നും നോട്ടമില്ല. നമ്മൾ എങ്ങനെ ആളുകളോട് ഇടപെട്ടു എന്നത് മാത്രമായിരിക്കും അവസാനമായി ഇവിടെ അവശേഷിക്കുന്നത്. നാളെ നമ്മൾ മരിച്ചാൽ ആളുകൾ പറയുന്നത് നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് പറയണമെങ്കിൽ നമ്മൾ മനുഷ്യർക്കിടയിൽ നല്ല രീതിയിൽ നല്ല സ്വഭാവത്തോടു കൂടി ജീവിച്ചവരാണെങ്കിൽ മാത്രമേ ആ ഒരു സർട്ടിഫിക്കേഷൻ നമുക്ക് ലഭ്യമാകൂ എന്നുള്ളതാണ്. ലാസ്റ്റായി നാലാമതായി ഹബീബായ റസൂലുള്ളാഹി പറയാണ് ഹിഫ്ഫത്തു മത്അമീൻ അല്ലെങ്കിൽ ഹിഫ്ഫത്തും ഫീ തുഅമത്തിൻ എന്നൊക്കെ പല റിപ്പോർട്ടുകൾ പല രീതിയിൽ വരുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ആശയം എന്ന് പറയുന്നത് ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പവിത്രത ഉണ്ടായിരിക്കുക എന്നത്. ഹലാലായ രീതിയിലുള്ള ഭക്ഷണമായിരിക്കണം നമ്മൾ ഭക്ഷിക്കുന്നതും നമ്മൾ ഭക്ഷിപ്പിക്കേണ്ടതും. നമ്മൾ ഭക്ഷിപ്പിക്കേണ്ടത് നമ്മുടെ മക്കളായാലും നമ്മുടെ മാതാപിതാക്കളായാലും ഇവർക്കൊക്കെ ഹലാലായ സമ്പാദനത്തിലൂടെ ഹലാലായ രീതിയിലുള്ള റിസ്ക് വാങ്ങി നൽകാൻ, ഹലാലായ രീതിയിലുള്ള ഭക്ഷണം ഭക്ഷിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എങ്കിൽ ഹബീബായ റസൂലുള്ളാഹി പറയണ ഈ 4 കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ ദുനിയാവിൽ നഷ്ടപ്പെട്ടതൊന്നും അവനക്കൊരു വിഷയമല്ല എന്നുള്ളത്. അതിന് പകരമുള്ളത് നല്ലത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുമെന്നാണ് ഇതിനെ വിവക്ഷിക്കപ്പെടുന്നത്. ഈ 4 കാര്യങ്ങളും നമ്മളൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ ലോകത്ത് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്ന്, ജനങ്ങൾക്കിടയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സംസാരത്തിൽ സത്യസന്ധത പുലർത്തുന്ന ആളുകൾ വളരെ കുറവാണ്. ഏറ്റവും വലിയ സത്യസന്ധത പുലർത്തേണ്ട നമ്മുടെ മാധ്യമങ്ങളുടെ അവസ്ഥ നമുക്കറിയാം. ഏറ്റവും വലിയ സത്യസന്ധരാണെന്ന് നമ്മൾ ധരിച്ചിരുന്ന പല ആളുകളും അവരെക്കുറിച്ചുള്ള കഥകൾ പുറത്തു വരുമ്പോൾ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്നു. അതുപോലെ വിശ്വാസത്തോടുകൂടി ഒരാളെയും വിശ്വസിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് സമൂഹം മാറിയിരിക്കുന്നു. ഏറെ വിശ്വാസത്തോടുകൂടി നമ്മൾ ഇടപെട്ടിരുന്ന, നമ്മൾ ബിസിനസ് തുടങ്ങിയിരുന്ന അല്ലെങ്കിൽ നമ്മുടെ വൈവാഹിക ബന്ധം തുടങ്ങിയിരുന്ന പല ആളുകളും വിശ്വാസവഞ്ചന കാണിക്കുന്ന നിരവധി വാർത്തകൾ നമുക്ക് ചുറ്റും കാണിക്കുന്നു. മൂന്നാമതായി സ്വഭാവ ദൂഷ്യം പൊതുസമൂഹത്തിൽ മനുഷ്യർക്കിടയിൽ ഒരു വളരെ വളരെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഏറ്റവും അവസാനമായി നമ്മൾ ഏറ്റവും ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുന്നത് ആളുകൾക്ക് റിസ്ക്കിൽ ഉണ്ടാകുന്ന ആ ഒരു പവിത്രത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്.
എങ്ങനെയും സമ്പാദിച്ചാൽ മതി, എങ്ങനെയും കുറച്ച് 10 പുത്തൻ കയ്യിലെത്തിയാൽ മതി എന്ന് ധരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ തലമുറ മാറിക്കൊണ്ടിരിക്കുന്നു. സമ്പാദ്യം എങ്ങനെയായാലും കുഴപ്പമില്ല, ഹറാമായ രീതിയിലായാലും കുഴപ്പമില്ല, സമ്പാദ്യത്തിൻ്റെ ഇസ്ലാമികമായിട്ടുള്ള ശരി തെറ്റുകൾ മനസ്സിലാക്കാൻ തയ്യാറാകാത്തൊരു തലമുറ. ഏത് രീതിയിലും സമ്പാദിച്ചാൽ മതി എന്നുള്ള ഒരു ചിന്ത, അത് മറ്റുള്ളവരെ വെട്ടിയാലും പിടിച്ചുപറിച്ചായാലും കള്ളക്കടത്തിലൂടെയായാലും ഹറാമായ മാർഗങ്ങളുടെ സമ്പാദനം, ഇതൊക്കെ നമ്മൾ സാർവത്രികമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്വഭാവ ഗുണങ്ങൾ, മോശമായ സ്വഭാവ ഗുണങ്ങൾ മാറ്റി നിർത്തി നല്ല ഗുണങ്ങളാകിയിട്ട് നല്ല സൽസ്വഭാവമുള്ളവരായി, ഭക്ഷണത്തിൽ പവിത്രത കാത്തു സൂക്ഷിക്കുന്നവരായി, മറ്റുള്ളവരോട് നല്ല രീതിയിൽ ഇടപഴകുകയും വിശ്വാസ്യത കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾ, സത്യസന്ധത പുലർത്തുന്ന ആളുകളായി മാറാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഒരു കാര്യവും ആർക്കും നമ്മെ തളർത്താൻ കഴിയില്ല. നമ്മുടെ ദുനിയാവിൽ നമുക്ക് നഷ്ടപ്പെട്ട ഒന്നും നമ്മുടെ ഒരു വിഷയമേ ആയി മാറുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.